നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ നിന്ന് ഒരു കൂട്ട ആത്മഹത്യയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, പ്രവാസികൾ എന്ന് പറയുന്നത് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങളും ഉള്ള ഏറ്റവും വലിയ ആഘോഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരാളുകളാണ് എന്നുള്ളത്. പലപ്പോഴും നാട്ടിലുണ്ടാകുന്ന ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ, അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ അവർക്ക് നഷ്ടപ്പെടാറുമുണ്ട്. പക്ഷേ അത്തരത്തിൽ പ്രവാസ ലോകത്തേക്ക് പോയിട്ട് ഒരു തരത്തിലും രക്ഷപ്പെടാതെ തിരിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പ്രവാസ ലോകത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിയ കുടുംബമാണ് ഇപ്പോൾ ആത്മഹത്യക്ക് തുനിഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിനിടെ 2 പേർ മരണപ്പെട്ടു. അമ്മയും കുഞ്ഞും മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 2 പേർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ പഴഞ്ഞി അരുവായിലെ സ്ഥലത്താണ് ഇത്തരത്തിലൊരു കൂട്ട ആത്മഹത്യാ ശ്രമം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവും മകളും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഭാര്യയും മകനും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് വിവരം. അരുവായി പത്തങ്ങാടി റോഡിൽ സിബി എന്ന് പറയുന്ന ആളും മകൾ അലീനയുമാണ് സംഭവത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ വിഷം കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മകനായ ആദിത്യനാണ് സംഭവ വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഫോൺ കോൾ വന്ന ഉടൻ തന്നെ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തുകയും ഈ വിവരം പെട്ടെന്ന് അയൽക്കാരെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. അങ്ങനെ മകന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അയൽക്കാരെ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് ആദിത്യൻ അയൽവാസികളെ കാര്യം ധരിപ്പിച്ച് ഫോൺ വിളിക്കുകയായിരുന്നു. അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി അയൽവാസിയെ ആദിത്യൻ വിളിച്ചത്. അതോടുകൂടെ അയൽവാസിയായ സുധാകരൻ വീട്ടിൽ ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് സംഭവം അസുഖമല്ല, മറിച്ച് ആത്മഹത്യാ ശ്രമമാണ് എന്ന് അവർ അറിയുന്നത്. പക്ഷേ ഉടൻ തന്നെ അയൽവാസിയുടെ സഹായത്തോടു കൂടെ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കുടുംബം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തത നിലവിൽ പുറത്തു വന്നിട്ടില്ല. ജീവിതം മടുത്തു എന്നുള്ള ഒരൊറ്റ വരി മാത്രമാണ് ഇവരുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ടായിരുന്നത്. 2 പേർക്ക് ജീവൻ നഷ്ടമായതിന്റെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അല്ലെങ്കിൽ ഈ 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 2 പേർ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സംഭവത്തിൽ ഇപ്പോൾ പ്രവാസ ലോകത്തു നിന്നുണ്ടായ തിരിച്ചടികളാണ് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൃശ്ശൂർ കുന്നംകുളത്തിന് സമീപത്തുള്ള പഴഞ്ഞിയിലെ നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഗൃഹനാഥൻ സിബി, മകൾ 19കാരിയായിട്ടുള്ള അലീന എന്നിവരാണ് സംഭവത്തിൽ മരണപ്പെട്ടത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ആത്മഹത്യക്കുറിപ്പിൽ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് യാതൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാമ്പത്തിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ള ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജീവിതം മടുത്തു, ഞങ്ങൾ പോകുന്നു എന്ന് മാത്രമാണ് ഈ കുറിപ്പിൽ ഇവർ പരാമർശിച്ചിരിക്കുന്നത്. ജോലി നഷ്ടമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് സിബി ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയത്. സിബി എത്തിയ ശേഷം പുറത്തിറങ്ങിയിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം വരെ ഇയാൾ ഇവിടെ എത്തി എന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാരും പറയുന്നു. എന്തായാലും ഇന്നലെ കുടുംബത്തിലെ ആരെയും പുറത്ത് കാണാത്തതിന്റെ ചില ദുരൂഹതകളും ഇപ്പോൾ അയൽവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യം വീട്ടിലേക്ക് എത്തിയത് താനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തുന്നത്. സിബിയുടെ മകൻ ആദിത്യൻ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് താൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അച്ഛനും ചേച്ചിയും അമ്മയും മരിച്ചെന്ന് ആ കുഞ്ഞ് തന്നോട് പറയുകയായിരുന്നു. ആദിത്യനും വിഷം കഴിച്ചു എന്നുള്ള നിലയിലായിരുന്നു എന്നത് എനിക്ക് മനസ്സിലായി. അതേ തുടർന്ന് അമ്മ ബീനയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിലും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കൈഞ്ഞറമ്പ് മുരിച്ചാണ് ഈ പറയുന്ന ബീന ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം. പേടി കൊണ്ടാണ് കിണറ്റിൽ ചാടാതിരുന്നതെന്നാണ് ആദിത്യൻ പറയുന്നത്. ആദിത്യൻ പഠിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 11 മണിയോടെയാണ് സിബി നാട്ടിലേക്ക് എത്തിയതെന്നാണ് സൂചന. പക്ഷേ ആരും ഇയാൾ ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തി എന്നുള്ള വിവരം അറിഞ്ഞിരുന്നില്ല. കുടുംബത്തിന് സാമ്പത്തിക പ്രയാസം ഉള്ളതായി അറിയില്ല എന്നാണ് അയൽവാസികളടക്കം പ്രതികരിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ കൂട്ട ആത്മഹത്യാ ശ്രമം നടക്കുന്നു. അതിൽ 2 പേർ മരണപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു.